തൻബീഹുൽ മുഖ്തരീൻ എന്ന കിതാബിലെ 4-ാമത്തെ സബഖ്. ഇന്ന് നമുക്കൊരു കഥയിലൂടെ അങ്ങ് ആരംഭിക്കാം. പല അപകടങ്ങളും പല ശൈഖന്മാരൊക്കെ ഉള്ള കാലങ്ങളാണല്ലോ. വഖദ് സാഫറ മറത്തൻ മിൻ മശായിഖി മിസ്ര ശഖ്സൻ ഇല റൂം. മിസ്രിലെ ശൈഖന്മാരിൽ ഒരാള് ഒരിക്കൽ റോം രാജ്യത്തേക്ക് യാത്ര പോയി. അങ്ങനെ യാത്ര പോയിട്ട് ഫജ്തമഅ വസീർ ഇയാസ് ബാഷ. ഇയാസ് ബാഷ എന്ന പേര്, റോമിലല്ലേ, ക്രിസ്ത്യൻസ് അല്ലേ. അപ്പോ ഇയാസ് ബാഷ എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുമായിക്കൊണ്ടാണ് മിസ്രിലെ ഈ യാത്ര പോയ ഷെയ്ഖുമായി സന്ധിച്ചത്. അങ്ങനെ വഖാലഹു മാ സനഅതുക. മന്ത്രി ചോദിച്ചു ഈ ഷെയ്ഖിനോട്, എന്താപ്പോ നിങ്ങളുടെ പരിപാടിയൊക്കെ? കണ്ടുമുട്ടിയില്ലേ, മിസ്രിന്ന് വന്നതുമാണല്ലോ, റോമിലല്ലേ. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി. അങ്ങനെ മന്ത്രി ചോദിച്ചാ എന്താപ്പോ നിങ്ങളെ പരിപാടിയൊക്കെ എന്ന് ചോദിച്ചു. അപ്പോ മിസ്രിന്ന് യാത്ര ചെയ്ത് അവിടെ എത്തിയ ഷെയ്ഖ് പറയാണ്, വഖാല ഷെയ്ഖുൻ മിൻ അഹ്ലി തരീഖ്. ഞാനേ ത്വരീഖത്തിന്റെ അഹ്ലികാരിൽപ്പെട്ട ഒരാളാണ്, ഷെയ്ഖാണ്. അപ്പൊ ത്വരീഖിന്റെ അഹ്ലികാര കൂട്ടത്തിൽപ്പെട്ട ഒരു ഷെയ്ഖാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പൊ വഖാലഹു ഇയാസ്. അപ്പൊ മന്ത്രി ചോദിക്കാ ഷെയ്ഖിനോട്, ഫമാ ഹാജതുക അല്ലത്തി ജിഇത ഫീഹ. എന്തിനാവശ്യമായിട്ടപ്പോ നിങ്ങളിവിടെ വന്നത് എന്ന് പറയുന്നു. ആവശ്യം മനസ്സിലായില്ല, അതെന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ആ ആവശ്യം എന്തുമായിട്ടുള്ള വന്നത് ഇയാൾ ചോദിക്കാം. മന്ത്രി ചോദിച്ചപ്പോ കാല. അപ്പൊ ഈ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുകയാണ്, തറത്തബൂ ലീ ശൈഅൻ മിൻ ബൈത്തുൽ മാൽ. ഞാൻ വന്നത് നിങ്ങൾ എന്ത് വേണമെന്നറിയോ? നിങ്ങളെ പൊതു ഖജനാവിൽ നിന്ന് എനിക്ക് ശമ്പളങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കണം, പോരാ കുറച്ചുകൂടി വേണമെന്നാണ്. ഫഖാലഹുൽ വസീറു ഹൽ തഅലമു അന്ന അഹദൻ ഫി മിസ്ര മിസ്ലുക ഫി ത്വരീഖി. അപ്പം മിസ്രിൽ ആരെങ്കിലും നിന്നെപ്പോലെ വഴിയിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നിനക്കറിയുമോ എന്ന് ചോദിച്ചു മന്ത്രി ഈ ഷെയ്ഖിനോട്. ചോദിച്ചാ ഫഖാല ആരുമില്ല എന്ന് പറഞ്ഞു. ഇല്ല, ആരുമില്ല, ഞാൻ തന്നെ ഉള്ളു പറഞ്ഞു. ഫഖാലഹു ഇയാസ്. അപ്പൊ ഇയാസ് പറഞ്ഞു, ഉഫില്ലക മിൻ ഷൈഖ്. എന്ത് വർത്തമാനം പോകുന്നു. ഇദാ കാന ഹാദാ ഹാലക, ഇതാണോ നിന്റെ അവസ്ഥയെങ്കിൽ, വഅൻത തസ്അമു അന്നഹു ലൈസ അഹദുൻ ഫി മിസ്ര അഅലാ മിൻക മഖാമി ത്വരീഖി. ത്വരീഖിന്റെ വിഷയത്തിൽ നിന്നേക്കാൾ ഉയർന്ന ഒരു സ്ഥാനം, സ്റ്റാൻഡേർഡ് ഇല്ല ഒരാളും മിസ്രിൽ ഇല്ല എന്ന് നീ വാദിക്കുകയും ചെയ്യാ. എന്നിട്ട് ഇതേ രൂപത്തിൽ ദുനിയാവും തേടി ശമ്പളം ചോദിച്ചിങ്ങനെ നടക്കല്ലേ, എന്ത് പരിപാടിയാണെന്ന് ഇയാസിന് തന്നെ മനസ്സിലായി. ഇയാളൊരു കൊള്ളക്കാരനാണെന്ന്. ഇപ്പൊ കൈബ് ബഖിയത്തുൽ മശായിഖി, പിന്നെ ബാക്കിയുള്ള മശായിഖന്മാരെ കൊണ്ട് നീ എങ്ങനെയായിരിക്കും ഇപ്പൊ അവസ്ഥ എന്ന് ഇയാസിന്റെ അടുത്ത് എത്തിയ രാജാവിനെ ഷെയ്ഖിനോട് ഇയാസ് മന്ത്രി ചോദിച്ചത് ഇങ്ങനെയാണ്. ലഖദ് അസ്റൈത ബിൽ ഫുഖറായി വബഹദൽത ത്വരീഖ. സാധുക്കളായ ആളുകളൊക്കെ നീ ആകെ നിസ്സാരാക്കി, എന്നിട്ടോ വഴികളൊക്കെ നീ മുടക്കാക്കി ബുദ്ധിമുട്ടാക്കിയിരിക്കുക. ഫഇന്ന അഹാദൽ മുരീദീന ലൗ ഫഅല മിസ്ല ദാലിക. അവർ ഷെയ്ഖിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് പിന്നെ പറയുന്നത്. അങ്ങനെ അല്ലാഹു തആലയെ കണ്ടെത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഫർദ് ഈ ഷെയ്ഖ് ചെയ്തതുപോലെ ചെയ്താൽ, ഫസാഫറ മിൻ ബലദിഹി ഇലാ ഗൈരിഹി ഫീ തലബി ദുനിയ, മറ്റൊരു വഴിയിലേക്ക് അവന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ദുനിയാവും തേടിക്കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പോവുകയാണെങ്കിൽ, ലാ ഖറജ അൻ തരീഖിൽ ഇറാദത്തി, അള്ളാഹുവിനെ കണ്ടെത്തിക്കുക, അള്ളാഹിനെ മനസ്സിലാക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നൊരു ഇറാഖത്തിന്റെ വഴിയുണ്ട്. ആ ഇറാദത്തിന്റെ വഴിയെ തൊട്ട് പുറത്തുപോയില്ലേ, ഇപ്പോഴെ ലക്ഷ്യം മാറിയില്ലേ. ഫാഷത്തിലും വർത്തമാനത്തിലും ഒക്കെയാണ് ഇറാദത്ത് ത്വരീഖ് ഉണ്ടാവും.
വാസ്തവത്തിൽ ആ ഉള്ളെന്താണ്? ഇറാത്ത് മാറിപ്പോയി. അള്ളാഹ് എന്നത് വിട്ടിട്ട് ദുന്യാവിനെ തേടി നടക്കുകയാണ്. ഈ ഒരു അവസ്ഥയല്ലേ ഉണ്ടാവുക? നമ്മൾ ഷെയ്ഖിന്റെ കഥ പറഞ്ഞ മാതിരി അവലപ്പോ നിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ ഇതുപോലുള്ള പ്രവൃത്തി നീ എങ്ങനെ ചെയ്യാനാ? അള്ളാഹുത്താലെ കാണാന്നുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കും. നല്ല റൂട്ട് തേടി നടക്കുക. ആ റൂട്ട് തേടി നടക്കുമ്പോ എല്ലാവരെയും വലയപ്പെടുത്തി എല്ലാവരും നാശപ്പെടുന്ന സാധനമാണ് ഈ ദുനിയാവ്. എന്നിട്ട് ആ ദുനിയാവിന് മോഹിച്ച് നിന്നെ പോലത്തെ ആൾക്കാർ സഞ്ചരിക്കുക. വലിയ ഉപകാരം പതിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ എന്നെ പറഞ്ഞതിനർത്ഥം. അങ്ങനെ മന്ത്രിയല്ലേ, മന്ത്രി പറഞ്ഞു പോടുന്ന് പറഞ്ഞു, ഇവിടെ കണ്ടായിരുന്നു, ഇവിടെ അടുത്ത് പുറത്തു പോകണം എന്ന് പറഞ്ഞു. എനിക്ക് ദുനിയാവ് തികച്ച് ഞാൻ തരുന്നു പറഞ്ഞു. അയാൾ തേടിച്ചെന്നത് ശമ്പളമായിരുന്നു. അതായത് ഇയാസ് രാജാവ് മനസ്സിലാക്കണം എന്താ അറിയോ? ജനങ്ങളെ സമുദ്ധരിക്കേണ്ട ആളുകളും ദുന്യാവിനെ വെടിഞ്ഞുകൊണ്ട് നല്ലവരായി ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ആളുകളാ. ഈ മാതൃകയാവേണ്ട ആളുകൾ സാധുക്കളായ ആൾക്കാർ തേടുന്ന പോലെ തേടി നടന്നാണ്. എന്നിട്ട് വേറെ ഒരാളും ഇല്ല, ഞാൻ തന്നെ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ മന്ത്രിക്ക് ഇഷ്ടമായില്ല, അനിഷ്ടമായി. അവിടുന്നാണ് ഇത് ശരിയല്ല, ആട്ടി വിട്ടു. ഇനി വേറൊരു കഥ. ഇത് മിസ്രിൽ നിന്നാണെങ്കിൽ ഷാമെന്നൊരു വ്യക്തി പോയി. അയാൾ റോമിലേക്ക് എത്തി. റോം പോയതെന്തിനാണ്? മിനൽ ജവാൽ. അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു വരുമാന മാർഗം പൊതുവെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതൊന്ന് കൂടുതലായി തേടി അന്വേഷിച്ച് പോയതാ രാജാവിന്റെ അടുത്ത്. ഷാമിലെ വ്യക്തി കൊല്ലയോ എല്ലാ ദിവസവും ഈ വ്യക്തിക്ക് ഒരു 40 കണ്ട് പകുതി കണ്ട് കൊടുക്കുന്നുണ്ട്. ഇയാൾ ഈ ചോദിച്ചെല്ലാം ഇയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കെ അതൊന്നും കൂടി കൂടുതലാക്കുക എന്ന് കിട്ടാൻ വേണ്ടി ഒരു ആവശ്യമായി തേടിപ്പോയതാണ്. അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു പരിധി വരെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അത് പോരാന്ന് പറഞ്ഞ ശമ്പള വർദ്ധവ്, പിന്നെന്താണ്, നമുക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിക്കണം, ഇങ്ങനെ വർധനവാ. ഇവരാണെങ്കിലോ നല്ല ആൾക്കാരായി ജീവിക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഈ വർധനവിന് വേണ്ടി ചെന്നതാണ്. ഇസ്ലാംബൂളിൽ പോയി എത്തിയപ്പോ അവിടേക്ക് ഇയാൾ എത്തി. ഇങ്ങനെ പോയപ്പോൾ എത്തിയപ്പോ ജലസബി ത്വരീഖിൽ ബലദ്, ഇയാളെ നാട്ടിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ അറസല കാസിദൊരു വസീർ, അയാളെ അന്വേഷിച്ച് വരുന്ന ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അത് രാജാവിന്റെ അടുത്തേക്ക്, ആ വസീറിന്റെ അടുത്തേക്ക് ഇയാൾ പറഞ്ഞയച്ചു ചെയ്തു. ഇയാസ് ബാഷ അയ്ദൻ യുഅല്ലിമുഹു ബിഖുദൂമി സയ്യിദി ശൈഖ് ലിയഖ്റുജ ഇലാ ലിഖാഇഹി. ആ സമയത്ത് ഇയാസ് ബാഷ എന്ത് ചെയ്തറിയാമോ? മറ്റൊരാൾക്ക് പറഞ്ഞതുപോലെ തന്നെ ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ അറിയിച്ചു? അയാൾക്ക് അറിയിച്ചു കൊടുത്തു, ഒരു ഷെയ്ഖ് വരുന്നുണ്ട്, എന്റെ നേതാവായ ഒരു ഷെയ്ഖ് ഇവിടെ വരുന്നുണ്ട്, അയാള് കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്തായി വിവരം പറഞ്ഞു. അങ്ങനെ അബൽ ഭാഷ അപ്പൊ ആ വിഷയം പറഞ്ഞപ്പോ അബൽ ഭാഷയോട് പറയാണ്, ഒരാളെ പറഞ്ഞയച്ചു പറയാം, എന്റെ ഷെയ്ഖ് വരുന്നുണ്ട്, നിങ്ങൾ അയാൾക്ക് ചെല്ലണം, എന്റെ ഷെയ്ഖ് ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ അബൽ ഭാഷ അത് കൂട്ടാക്കിയില്ല, എനിക്കൊരു ഒഴിവില്ലായിരുന്നു. എന്നിട്ട് വക്കാല ഖാസിദി, അങ്ങനെ വന്ന് പറഞ്ഞ ആളോട് ഷെയ്ഖിനോട് ചെന്നിട്ട് പറയേ, നീ ഷെയ്ഖിനോട് ചെന്നിട്ട് പറയണം, ഇൻകാലക്കും ഇന്ധന ഹാജത്തുൻ ഫഅ്തൂനൽ ബൈത്ത്, നമ്മുടെ അടുക്കൽ വല്ലൊരു ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയ്ഖെ വീട്ടിലേക്ക് വരാൻ പറയാം, നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ വസീർ സ്വീകരിച്ചില്ലാട്ടി വിട്ടു. ഫദഹബൽ ഖാസിദു ലിഷൈഖ്, അങ്ങനെ ഷെയ്ഖ് വർണ്ണാസതായ ആ ഖാസിദ് ചെന്നിട്ട് ഷെയ്ഖിനോട് പറഞ്ഞു. അഖ്ബറ ബിമഖാലത്തിൽ വസീർ, മന്ത്രി പറഞ്ഞ വാക്കും പറഞ്ഞു, ഇവിടെ ഇരിക്കണ്ട, വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞത്, അവിടെ വെച്ച് കാണാമെന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞ വിവരം ഖാസിദ് ഇയാൾക്ക് വിവരം കൊടുത്തു. സുമ്മ ഖാലൽ വസീർ, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വസീർ പറഞ്ഞു, യാ അജബാ, അത്ഭുതമേ, എന്താ അത്ഭുതം, കൈഫ യുസാഗുറു ഹാദാ മിന ശാമി ഇല റൂം ഫീ തലബി ദുനിയ വയത്ലബു മിനൽ ഉമറാഇ അൻ യുഅല്ലിമുഹു വയഖ്റുജു ഇലാ ലിഖാഹി മാ അന്നഹു യഹ്താജു ഇലൈഹിം.
വലൈസ അഹദും മിൻകും യഹ്താജു ഇലൈഹി. എന്താ ഇയാൾ പറഞ്ഞു? ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഷാമിന്ന് റോമിലേക്ക് ദുനിയാവും തേടിക്കൊണ്ടാ വരുന്നത്. അതെങ്ങനെ വരാനാ? ഭരണാധിപന്മാർ അവരെല്ലാവരും അയാളടുത്ത് ചെന്നിട്ട് അയാളെ ബഹുമാനിക്കണം, അയാളെ ആദരിക്കണം, ആ അടുത്തേക്ക് ചെല്ലണം. ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നിരിക്കെ അയാൾ ദുനിയാവും തേടി എന്തിനു വരുന്നു? ഇവരിൽ ഒരാളും തന്നെ ഇങ്ങനെ ആവശ്യം വെച്ച് വരാറില്ലല്ലോ. ഇയാളാണെങ്കിൽ ഇങ്ങനെ വരുന്നു. വലിയൻ, ഇയാള് ഒരു വലിയാണ്, അല്ലാഹു തആലയുടെ വലിയാണെന്നുള്ള വാദം ഇയാൾക്കുണ്ടെങ്കിൽ ഒരർത്ഥത്തിലില്ല എന്നർത്ഥം. വഖദ് റാല നഫ്സ ബി അസ്നാബിൽ മുജാഹദാത്തി വഹുവ യർമി നഫ്സഹു അലൽ ഉമറാഇ ലി അജ്ലി തലബി ദുനിയാ. ഇയാളുടെ സ്വന്തം ശരീരത്തെ പല നിലക്കും പരിശ്രമിച്ചുകൊണ്ട് സമരങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ മുറകളും സ്വീകരിച്ച് സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തി അത് റിയാള വരെ നടത്തി. ഇതൊക്കെ നടത്തിയിരിക്കെ അയാളുടെ റിയാള കൊണ്ട് എന്ത് കിട്ടി? അയാളുടെ ശരീരത്തെ ഭരണാധിപന്മാരുടെ അടുത്തേക്ക് എറിഞ്ഞു പറഞ്ഞാൽ ആ ഭരണാധിപന്മാരെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ വേണ്ട റിയാളൊക്കെ നടത്തിയിട്ട് സമരങ്ങൾ ചെയ്ത് ശരീരത്തെ പാകപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ എല്ലാ വഴിയും തേടിയൊരു മനുഷ്യനാണ്. എന്നിരിക്കെ ഭൗതിക ലോകത്തുള്ള ഭരണാധിപന്മാരുമായി ബന്ധപ്പെടുവാനും അവരുടെ അടുത്ത് ചെന്ന് ശമ്പളം പറ്റി ജീവിക്കുവാനും അവരുടെ ആനുകൂല്യങ്ങൾ തേടി നടക്കുവാനും ഒക്കെ എങ്ങനെ കഴിയും? ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കാര്യവുമില്ല എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഫകൈഫ ബിനാനഹ്നു മഅദിമി റിയാദത്തിനാ നുഫൂസനാ വഅദിമി ഹാജത്തിനാ ഇലൈഹി. അങ്ങനെ വരുമ്പോ റിയാദൊക്കെ നടത്തി വലിയ വലിയ മശായിഖന്മാര് ഒക്കെ ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് റിയാദ് ഇല്ല, ഒന്നുമില്ല, നമുക്ക് റിയാദിലേക്ക് ആവശ്യമല്ല എന്നിരിക്കെ പിന്നെ നമ്മൾ എങ്ങനെയാണ് നന്നാകുക എന്നപ്പോ ചോദിക്കുന്നത്. ഒരിക്കലും നന്നാവാൻ കഴിയില്ലല്ലോ. നമ്മൾ റിയാദിൽ പങ്കെടുക്കണില്ല, നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തുന്നില്ല, ശൈത്താനിയ കേന്ദ്രത്തോട്ട് ശരീരത്തിന്റെ വികാരങ്ങൾ അടക്കി ഒതുക്കണില്ല, പിന്നെ എന്തൊരു കാര്യം നമുക്കുള്ളത്? പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? മഹാന്മാരുമായി എങ്ങനെ ബന്ധപ്പെടാൻ കഴിയുന്ന ചോദ്യം. സുമ്മ ഇന്നൽ ഭാഷ അർസല ലിശൈഖ് നിയാഫത്തൻ. പിന്നീട് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് റോമിലെ മന്ത്രി എന്ത് ചെയ്തു? ഭാഷ ഷെയ്ഖിന്റെ അടുത്തേക്ക് ഒരു സൽക്കാരമായിട്ട് പോയി. വലം യഅതി ഇലൈഹി. അപ്പൊ സൽക്കാരപ്രിയനാകാൻ വേണ്ടി സൽക്കാരത്തിനോട് ക്ഷണിച്ചതാ. അപ്പൊ ആ ഷെയ്ഖ് എന്തായില്ല? ഭാഷന്റെ സംഗതി സ്വീകരിച്ചില്ല, അത് ഒഴിവാക്കി, ചെന്നില്ല. അങ്ങനെ വഖാല ഇന്നമാ ഫഅൽതു ദാലിക മാ ഷൈഖി ലിയുഅല്ലിമഹുൽ അദബ. ഞാൻ ഈ പണിയൊക്കെ എടുത്തത് എന്തിനാറിയോ? ഈ ഷെയ്ഖുമായി പരിപാടിയൊക്കെ എടുത്തത് ഞാൻ അയാളത് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഭാഷയ്ക്ക് നല്ലോണം മര്യാദ സംസ്കാരമൊക്കെ അറിയാം. എന്താണ് സംസ്കാരം, എന്താണ് വേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്തത്. ഫഇന്ന ദഹാബ മിസ്ലിന ഇന്നമാ യകൂനു ലിമൻ തഅറദ അലൈഹി ദുനിയാ വയറുദ്ദഹ അലൈനാ. നമ്മളെപ്പോലെയുള്ള ആളുടെ പോക്കൊക്കെ അതാ എന്തിനാ? ആരുടെ മേലാണോ ഈ പ്രപഞ്ചം വെളിപ്പെട്ടിട്ടുള്ളത് അയാളുടെ അടുത്തേക്ക് മാത്രം പോവുക. എന്നിട്ട് അയാൾക്ക് ദുനിയാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദുനിയാവ് നമ്മുടെ മേൽ അയാൾ മടക്കി തരണം. അത് അയാൾക്ക് വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പൊ അയാൾക്ക് ചെന്നിട്ട് ദുനിയാവ് വാങ്ങാം. അമ്മാമന്യത്തുലുബുഹാമില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകള് വയുസാഫിറു മിൻ വതനിഹി. അയാളുടെ വീട്ടിൽ നിന്ന് താമസ സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യും. ലി അജ്രി ദാലിക. ഈ ദുനിയാവിന്റെ കാര്യം തേടിക്കൊണ്ട്. ഫലാ യസ്തഹിഖു അന്ന അഹദൻ മിന്നാ യംശി ഇലൈഹി. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാളും എന്താവൂല ആ ഒരു വ്യക്തിയിലേക്ക് നടന്നു പോവാൻ യോഗ്യരുമല്ല. അയാൾ തേടേണ്ട ആവശ്യമല്ല. കാരണം അയാൾ ലക്ഷ്യം ദുനിയാവാണ്. ദുനിയാവായിരിക്കെ പിന്നെ അയാൾക്ക് പോയിട്ട് നമുക്ക് എങ്ങനെ ബന്ധപ്പെടാൻ കഴിയും? അപ്പൊ ഈ ദുനിയാവ് തേടുന്നൊരു മനുഷ്യനുമായി ബന്ധപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയൂല എന്ന് പറയുകയാണ്. അതല്ല നമ്മുടെ ആവശ്യം. ഈ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ദുനിയാവേ വേണ്ടു. ഇതല്ല. നല്ല വേഷം വണഞ്ഞ് നമ്മളെന്താവുന്നു? പൈശാചിക ഇല്ലങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ പ്രപഞ്ചത്തെ കൂട്ടിപിടിക്കുക. ഇതിനാണ് ആത്മീയ ചൂഷണം നടത്തുക. അപ്പൊ ചൂഷണ മാർഗങ്ങളിലൂടെ
നമ്മൾ ദുന്യാവ് വേണ്ടാന്ന് പറയും ചെയ്യും, ദുന്യാവിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അതിന് കുറേ വേഷവിധാനങ്ങളും അതിന് പറ്റുന്ന കുറേ മറിമായും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ ആ മറിമായൊന്നും ശരിയല്ല എന്നാണ് ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഏത് ശൈഖിനെ നമ്മൾ സ്വീകരിക്കും? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അവസാനം ഈ ഷെയ്ഖിന്റെ കഥ ഇപ്പൊ എവിടെ എത്തി? അയാൾ നാട്ടിലേക്ക് ഖായിബായി, നിരാശനായി, ഒന്നുമില്ലാതെ വളരെ നിരാശപ്പെട്ട് മടങ്ങേണ്ട ഗതികേട് വന്നു അയാൾക്ക്. അർത്ഥം ഈ ഒരവസ്ഥ വരരുത്. وقال للأمير محمد دفتر دار مصر مرة. അദ്ദേഹത്തിന്റെ പേരാ പറഞ്ഞത്. ഷാരാനിമാൻ പറയാണ്, എന്നോട് ഒരിക്കൽ അമീറായ മുഹമ്മദ് ദഫ്തർ ദാർ മിസ്ർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, മിസ്റിലുള്ള മിഷായിഖന്മാരെ പറ്റി എനിക്കൊരു വിശ്വാസമല്ല ഇപ്പോഴുള്ള മഷായിഖന്മാർ. മുൻ കഴിഞ്ഞു പോയ ആൾക്കാരല്ല. മിസ്റിൽ ഒരുപാട് മഷായിഖന്മാർ കഴിഞ്ഞു, അവർക്ക് കുഴപ്പമില്ല. ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മഷായിഖന്മാരുണ്ട്, അവരുടെ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസമല്ലാതെ. ഓരോ മഷ അഹദുഹും ബിൽ ഹവാൽ, ഈ മിസ്റിലുള്ളതായി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരൊക്കെ അന്തരീക്ഷത്തിലൂടെ അവർ പറന്നു കളിച്ചാലും മഹാത്ഭുതങ്ങൾ കാണിച്ചാലും നമുക്ക് അവരെ കുറിച്ച് വിശ്വാസമില്ല. എന്തെങ്കിലും കുറെ കറാമത്തുണ്ടെന്നും പറഞ്ഞാൽ വാരി മണ്ടും നമ്മളെല്ലാവരും. കറാമത്തോ ഒക്കെ കാണിക്കുന്നതൊക്കെ ഔലിയാക്കളാണ്. കറാമത്ത് അള്ളാഹ് കൊടുക്കുന്നൊരു ആദരവാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ഏത് പ്രശ്നമായി ചെന്നാലും എല്ലാം അള്ളാഹുവിനെ മുൻനിർത്തി അവർ കാണിച്ചു തരും. അവർ കാരണമായി അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കും, ദീനിനെ കുറിച്ച് മനസ്സിലാക്കും, ദീനുമായി ബന്ധപ്പെടാൻ കഴിയും. ഇതേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ അതല്ലല്ലോ. അപ്പൊ ചില ആൾക്കാർ ഒരുപാട് വിദ്യകൾ കാണിച്ചേക്കാം, മഹാസിദ്ധികൾ കാണിക്കും. ഈ അത്ഭുത സിദ്ധികൾ കാണിച്ചതോടൊന്നും വലിയാണോ ശൈഖാണോ നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. ഇതാണ് മഹാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു ഷാരാനി പറയുകയാണ്, ഞാൻ ആ അമീറിനോട് ചോദിച്ചു, ഫഖുൽതുലിമാദ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് മിസ്റിലുള്ള ഷെയ്ഖന്മാരെ പറ്റി വിശ്വസിക്കൂലെന്ന് പറയാൻ കാരണം? അപ്പൊ അമീർ പറയാണ്, ദുനിയാവ് തേടാനുള്ള ഒരുപാട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെല്ലാം മാർഗമുണ്ട്. ചെങ്കലുണ്ടല്ലോ, പണം ഉണ്ടാക്കാൻ ചങ്കലകൾ. ഇല്ലാത്ത പണം മുഴുവൻ ഉണ്ടാക്കി വട്ടിക്ക് വാങ്ങിയിട്ടും പണ്ടം പണയം വെച്ചിട്ടും സ്ഥലം വിറ്റിട്ടും ആധാരം പണയം വെച്ചിട്ടും ഓരോ കമ്പനിയുടെ പേര് കേട്ടിട്ട് 100 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ കോടി സമ്പാദിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടപ്പോ എത്ര ആളുകൾ പെട്ടുപോയി. ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവിനെ നമ്മൾ തന്നെ തേടിപ്പിടിക്കുന്നു, പരിശ്രമിക്കുന്നു. അതിനേക്കാളും വലിയൊരു പരിശ്രമമാണ് നമ്മളൊക്കെ ഷെയ്ഖന്മാര് നല്ലവർ എന്ന് പറയുന്ന ആൾക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ഇവരെ പറ്റി വിശ്വസിക്കും? എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് കാണുക. നമ്മളും ദുന്യാവിനെ തേടുന്നു വേണ്ടതുപോലെ, അതുപോലെ ഓരും തേടുന്നു. അപ്പൊ നമ്മളും അവരും തമ്മിൽ എന്താ മാറ്റം? അപ്പൊ ഷെയ്ഖാനോട് എന്താ കാര്യം? നല്ല ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇന്ന് ചോദിക്കുന്ന പോലെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാരും വിമർശിക്കണം എന്നതിനർത്ഥമല്ല കേട്ടോ. എല്ലാരും വിമർശിക്കാൻ പോവണ്ട. കാല ഷാരാനിമാൻ പറയട്ടെ, അലയ ഷെയ്ഖും മിൻഹും ഫി റമളാന ലിയുഫ്തിറ ഇൻദി. അല്ല, ആര് പറയാണ്? ഈ പറയുന്ന അമീറിനെ പറയാൻ നോക്കുക. ആമീർ തന്നെയാണ്. അമീർ പറയാണ്, ഒരിക്കൽ ഒരു ഷെയ്ഖ് ഈ മിസ്രിൽപ്പെട്ട ഒരാൾ വന്നു. അയാൾ റമളാൻ മാസത്തിലാണ് വരുന്നത്. എന്തിന്? എന്റെ അടുത്ത് വെച്ചുകൊണ്ട് നോമ്പൊറിക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ കടന്നു വന്നു. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഹാദ ത്വആം ഇന്ദി ഈ ഹാലത്ത് ശക്ക് ഫലാ തഅകുൽ മിൻഹു. അപ്പൊ നോമ്പൊറിക്കാൻ വേണ്ടി, അതായത് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നതല്ലേ. ആ വന്ന ഷെയ്ഖിനോട് ഞാൻ പറയുകയുണ്ടായി, എന്റെ അടുത്തുള്ള ഈ ഭക്ഷണം ഉണ്ടല്ലോ, ഇത് സംശയമാണ്. ഇത് ഹലാലാണോ ഹറാമാണോ എനിക്കൊന്നും തിരിയുന്നില്ല. സംശയത്തിന്റെ ഭക്ഷണമാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ അതിന് കഴിക്കരുത് എന്ന് ഞാൻ ആ ഷെയ്ഖിനോട് പറഞ്ഞു. ഷെയ്ഖിനോട് പറഞ്ഞപ്പോ ഷെയ്ഖ് എന്ത് പറഞ്ഞു? ഷെയ്ഖിനോട് പറയാണ്, ഖദ്ദിം കുലി, ആ ഭക്ഷണം കൊണ്ടുപോകാറുണ്ട്. അലയ ഹിസാബു ബിൽ ആഖിറത്തി, അതിന്റെ വിചാരണ എന്റെ മേലല്ല, നിനക്കൊരു കുഴപ്പമില്ലല്ലോ. എങ്ങനെയുണ്ട് കഥ? സുബഹ ഒഴിവാക്കണം,
ഹറാമും ഹലാലെന്നെ ഒഴിവാക്കും കുറെ ആൾക്കാർ. സംശയമുള്ള സമ്പത്ത് പോലും തൊടൂല മഹാന്മാർ. ഇതൊരു പരീക്ഷണമാണ്. അപ്പൊ അമീർ ഇത് പറഞ്ഞു കൊടുത്തു, നോമ്പ് തുറക്കാൻ വന്നു, ശരിയാണ്, ഭക്ഷണം ഇതാണ് അവസ്ഥ, ഇനി നിങ്ങൾ തിന്നാൻ പാടില്ല എന്ന് ഷെയ്ഖിനോട് പറഞ്ഞു. ഷെയ്ഖ് പറഞ്ഞെന്താ, അത് കൊണ്ടുപോവാ, ഞാൻ തിന്നോളാം, നീ എന്തിനു പേടിക്കണം, അതിനെക്കുറിച്ചുള്ള വിചാരണയൊക്കെ എന്റെ മേലല്ലേ എന്ന് ഷെയ്ഖ് തന്നെ പറഞ്ഞു കൊടുത്തു. അത് ആഖിറത്തിൽ ഞാൻ നേരിട്ടോളാം. ചില ആൾക്കാർ അങ്ങനെ പറയലുണ്ടല്ലോ, ദുന്യാവ് തട്ടിയെടുക്കാൻ, ഇതായിരുന്നു മനസ്സിലാക്കാറ്. അങ്ങനെ ആയത്തക്കിതു മിസ്ലാദ, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കാനാ? അന്ന ലാ തത്തീബു നഫ്സി വ അന ലാ തത്തീബു നഫ്സി അൻ ആകുല മിന്നു അന്നീ മഅദൂദുൻ മിനൽ ദുൽമ. എത്രത്തിൽ എന്റെ മനസ്സ് തന്നെ നന്നാകുന്നില്ല. എന്തിന്? ഞാൻ ആ സംശയ സ്വത്തിൽ ഭക്ഷണത്തിൽ ഞാൻ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എണ്ണുന്ന എന്താണ്, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അക്രമത്തിൽ പെട്ടുപോകുമല്ലോ, ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന ഗണത്തിലാണ് എണ്ണെണ്ണപ്പെടുക. ആ എണ്ണപ്പെടുന്ന രീതിയും ഞാൻ ഉറപ്പിക്കുന്നത്. അത് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ ഈ സംശയമാവുന്ന ഈ ഭക്ഷണത്തിൽ നിന്ന് ഞാൻ കഴിക്കാൻ എന്റെ മനസ്സ് നന്നാവുന്നില്ല, എന്റെ മനസ്സിലേക്ക് ഇഷ്ടം വരുന്നില്ല, തൃപ്തിയാകുന്നില്ല. എന്നിരിക്കെ ഈ ശൈഖന്മാരൊക്കെ അതൊക്കെ വാരി വരിക്കാൻ തയ്യാറാകുന്നു. നീ അത് ഭയപ്പെടേണ്ടതില്ല, ഞാനൊക്കെ റെഡിയാക്കിക്കോളാം, അതിന്റെ ഹിസാബ് എന്റെ മേലല്ലേ, നീ എന്തിനു പേടിക്കണം എന്നൊക്കെയാണ് ഈ ശൈഖന്മാര് പറയണത്. അപ്പൊ ഇവരുടെ ശൈഖിയത്തും ഇവരുടെ കർമ്മങ്ങളും ഇവരുടെ വിശ്വാസങ്ങളും വാക്കുകളും നമ്മൾ മനസ്സിലാക്കിയതിന്റെ നേരെ അപ്പുറത്താണ്. അപ്പൊ അവർ നേരെ വൈരുദ്ധ്യമായി പ്രവർത്തിക്കുമ്പോൾ ഇവർ ഷെയ്ഖാണെന്ന് നമ്മൾ എങ്ങനെ അംഗീകരിക്കും? അതാണ് മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖുമാരുടെ മുബായാത്ത് നടത്തും ആണും പെണ്ണും ഒരുപോലെ. അങ്ങനെ കുറെ ഷെയ്ഖന്മാരുണ്ട്. അത് ഷെയ്ഖായിട്ട് നമ്മൾ എങ്ങനെ അംഗീകരിക്കാം? നേരെ പെണ്ണ് പോയി മുസാഫത്ത് ചെയ്യുക, വർത്താനം പറയുക, കാണുക, നിഷിദ്ധമായതെല്ലാം നടക്കുന്നുണ്ട്. മുമ്പൊരു ഷെയ്ഖാണ് കാണും. അതിന് കുറെ മുരീദന്മാരുണ്ടാവും. ഈ കാര്യം ഇവിടെ പറയുമ്പോ അതുപോലെ പല അത്ഭുതവും പല സംഗതി നമ്മൾ കാണുന്നു. അതൊക്കെ ഇവിടെ കൊണ്ടുവരാനോ? ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ വെട്ടിത്തുറന്ന് ഷെയ്ഖന്മാരുടെ പൊള്ളത്തരങ്ങൾ വെട്ടിത്തുറന്ന് ചരിത്രത്തിലൂടെ വലിയ വലിയ മഹാന്മാരുമായി ബന്ധപ്പെട്ടുള്ള നക്കലോടുകൂടെ അനുഭവസ്ഥന്മാരായിക്കൊണ്ട് തന്നെ പറയുന്ന കഥകൾ നമ്മെ നല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. ഇതാണ് നമ്മൾ സൂഫിസം പഠിക്കണം. ഇതാരും വിമർശിക്കാനോ ആരും ചീത്ത പറയുന്നതല്ല ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീഅത്തിന് വിരുദ്ധമായി ചെയ്താൽ നമ്മളത് ഉൾക്കൊള്ളുന്നില്ല, അത് ഒഴിവാക്കണം. അവരുടെ പാട്ടിന് വിടുക, നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല എന്ന് പറയാം. നമുക്ക് ഷെയ്ഖാവണോ? ഷെയ്ഖ് ഇസ്ലാമികമായ ഷെയ്ഖാവണം. ഇസ്ലാമികമായത് ഷെയ്ഖാകുമ്പോൾ അത് തെർബിയത്തുണ്ടാവും. അത് ഈ തെർബിയത്ത് പോട്ടെ, ശരീഅത്തിൽ ഷെയ്ഖുണ്ടല്ലോ. നമുക്ക് ശരീഅത്ത് പ്രകാരം തന്നെ ഹറാം ഒഴിവാക്കണ്ടേ? സുബ് ഒഴിവാക്കാനോ ഹലാൽ എടുക്കാനോ? അമിതമാവരുത്. ഇത് പഠിപ്പിക്കുവാൻ ഇന്ന് ഷെയ്ഖ് ധാരാളമുണ്ട്, ശറയ്യ ഷെയ്ഖന്മാർ. അതും വിട്ട് ഒരു ആത്മീയലോകത്തേക്ക് എത്താൻ പറ്റുന്ന ത്വരീഖത്തിലുള്ള ഷെയ്ഖന്മാരാണെങ്കിൽ ശറയ് നല്ല മാഹിറായി അതെല്ലാം റെഡിയായി പിന്നെ വരുന്ന മുരീദന്മാരൊക്കെ നിയന്ത്രിക്കുവാനും അവർക്ക് ശരീരത്ത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനും അതിന്റെ റൂട്ടുകൾ ശരിയാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. അതിലവർ പ്രവർത്തനം വേണം, ഓരോ മൊഴി റെഡിയാവണം, മനസ്സും നന്നാവണം. ഷെയ്ഖ് ദുനിയാവ് തേടുക, മുരീദന്മാരെ മറ്റൊരു വഴിക്ക് വിടുക, അതൊരു കാര്യമില്ല. അതാണ് ഇവിടെ ഉദ്ധരിച്ച ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം നമുക്ക് കാണാനുണ്ട്, പഠിക്കാനുണ്ട്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ.